السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. നാലാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന പുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ ഏതെല്ലാം? ഉത്തരം: കടമകൾ 6 ആകുന്നു. 1. കാണുമ്പോൾ സലാം പറയൽ. 2. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ. 3. സദുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ. 4. തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് യർഹമുക്കല്ലാ എന്ന് പറയൽ. 5. രോഗിയായാൽ ചെന്നു കാണൽ. 6. ജനാസയെ അനുഗമിക്കൽ. 2. സലാം പറയുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം: സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. 3. 2 പേർ കണ്ടുമുട്ടിയാൽ ആദ്യം സലാം പറയേണ്ടത് ആര്? ഉത്തരം: ചെറിയവൻ വലിയവനും, വരുന്നവർ സദസ്സിലുള്ളവർക്കും, നടക്കുന്നവർ നിൽക്കുന്നവർക്കും, നിൽക്കുന്നവർ ഇരിക്കുന്നവർക്കും, ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. 4. എന്താണ് മുസാഫഹത്ത്? ഉത്തരം: സലാം പറയുമ്പോൾ കൈ പിടിക്കുന്നതിനാണ് മുസാഫഹത്ത് എന്ന് പറയുന്നത്. അതും സുന്നത്താണ്. 5. രോഗിയെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുള്ള സമാധാന വാക്ക് എന്ത്? ഉത്തരം: ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. 6. രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഉത്തരം: രോഗികളെ ആശ്വസിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് രോഗശമനത്തിനായി പ്രാർത്ഥിക്കണം. അവിടെ കൂടുതൽ ഇരിക്കുന്നത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേഗം അവിടെ നിന്ന് ഇറങ്ങണം. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗികളെ മന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കായിരുന്നു ഏത്? ഉത്തരം: അല്ലാഹുമ്മ റബ്ബൻ നാസി മുദ്ഹിബൽ ബഅസി ഇശ്ഫി അൻത ഷാഫി ലാ ഷാഫി ഇല്ലാ അൻത ശിഫാഅൻ ലാ യുആദിറു സഖമാ. 8. ഏതാണ് സ്വർഗത്തിലെ മണ്ണ്? ഉത്തരം: ഉമ്മയുടെ കാൽപാദത്തിൻ്റെ താഴ്ഭാഗത്തുള്ള മണ്ണ്. 9. ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി മഹാനായി തീർന്ന ആൾ ആരാണ്? ഉത്തരം: ഇമാം നവവി റളിയല്ലാഹു അൻഹു. 10. തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ്? ഉത്തരം: മക്കൾക്കെതിരെ മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥന. 11. ലുക്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മാതാവ് എന്താണ് പറഞ്ഞത്? ഉത്തരം: നീ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണമെന്ന്. 12. 2 ലോകത്തും വലിയ സ്ഥാനത്തെത്തും ആര്? ഉത്തരം: ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നവർ. 13. നാം ഉമ്മയോടും ഉപ്പയോടും എങ്ങനെ പെരുമാറണം? ഉത്തരം: അവരെ ബഹുമാനിക്കണം, അനുസരിക്കണം, അവരോട് ഗൗരവത്തിൽ സംസാരിക്കരുത്, ഇഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും അവരോട് പറയരുത്. അവർക്കു വേണ്ടി റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. 14. ആരാണ് നമ്മുടെ കുടുംബക്കാർ? ഉത്തരം: നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 15. കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ 4 നേട്ടങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും, ദീർഘായുസ് ലഭിക്കും, സ്നേഹം വർദ്ധിക്കും, ധനം വർദ്ധിക്കും. 16. അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കും. എപ്പോൾ? ഉത്തരം: നമ്മോട് ബന്ധം കാണിക്കാത്ത കുടുംബക്കാരോട് നാം ബന്ധം കാണിക്കുമ്പോൾ. 17. സ്വർഗത്തിൽ കടക്കുകയില്ല ആര്? ഉത്തരം: ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. 18. ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ ആരെയാണ് പ്രത്യേകം പരിഗണിക്കേണ്ടത്? ഉത്തരം: കുടുംബക്കാരെയാണ് പ്രത്യേകം പരിഗണിക്കേണ്ടത്. എന്നാൽ ദാനം കൊടുത്ത കൂലിക്ക് പുറമെ കുടുംബബന്ധം ചേർത്ത കൂലിയും ലഭിക്കും. 19. പരലോക വിശ്വാസത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് എന്ത്? ഉത്തരം: അയൽവാസിക്ക് ഗുണം ചെയ്യൽ. 20. ആരൊക്കെയാണ് നമ്മുടെ അയൽവാസികൾ? ഉത്തരം: നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തുള്ള 40 വീടുകൾ വരെ അയൽവാസികളാണ്. 21. അയൽവാസി ബന്ധത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 2 ഹദീസ് ഏത്? ഉത്തരം: ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. അയൽവാസിക്ക് തൻ്റെ ദ്രോഹത്തെ തൊട്ട് നിർഭയത്വമില്ലാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുപോലെ
മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അയൽവാസിക്ക് അവൻ ഗുണം ചെയ്യട്ടെ. 22. ആതിഥ്യ മര്യാദകളിൽ 2 പറയുക. ഉത്തരം: വിരുന്നുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, വിരുന്നുകാർ മടങ്ങുമ്പോൾ പടിപ്പുര വരെ കൂടെ പോവുക, ഇവയെല്ലാം ആതിഥ്യ മര്യാദകളാണ്. 23. അതിഥി പ്രത്യേകം പരിഗണിക്കപ്പെടുന്നത് എത്ര ദിവസമാണ്? ഉത്തരം: 3 ദിവസം. 24. അതിഥി സൽക്കാരത്തിന് പ്രതിഫലം ലഭിക്കാൻ എന്തു വേണം? ഉത്തരം: നിയ്യത്ത് നന്നായിരിക്കണം. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ സൽക്കരിക്കട്ടെ. 25. അതിഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: ആ വീട്ടുകാർ ഒരുക്കിയ സൗകര്യം, സൽക്കാരം എന്നിവ സന്തോഷത്തോടെ സ്വീകരിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനും അവർ നിശ്ചയിച്ച സ്ഥലം തന്നെ ഉപയോഗപ്പെടുത്തണം. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും വേണം. 26. ധൂർത്ത് എന്നാൽ എന്താണ്? ഉത്തരം: അനാവശ്യമായി ധനം ചിലവഴിക്കലാണ് ധൂർത്ത്. 27. പിശാചിൻ്റെ മിത്രങ്ങളാണ് ആര്? ധൂർത്തടിക്കുന്നവർ. 28. ധൂർത്ത് പോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ് ഏത്? ഉത്തരം: പിശുക്ക്. 29. നാം മിതത്വം പാലിക്കണം എന്തിലെല്ലാം? ഉത്തരം: ഭക്ഷണം, വസ്ത്രം, കറന്റ്, വീട്ടുപകരണങ്ങൾ, മറ്റു എല്ലാ കാര്യത്തിലും നാം മിതത്വം പാലിക്കണം, വുളു ചെയ്യുന്ന വെള്ളത്തിൽ പോലും. 30. വക്കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന ആയത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: നിങ്ങൾ തിന്നുക, കുടിക്കുക, നിങ്ങൾ അമിതമാക്കരുത്, നിശ്ചയം അള്ളാഹു അമിതമാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. 31. അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക? ഉത്തരം: അക്രമിയെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് അവനെ സഹായിക്കൽ. 32. ഉത്തരം ഉറപ്പുള്ള പ്രാർത്ഥന ഏത്? ഉത്തരം: ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. 33. പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമെന്ത്? ഉത്തരം: കെട്ടിയിട്ട പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുകയോ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാൻ ആ പൂച്ചയെ കെട്ടയച്ചു വിടുകയോ ചെയ്തില്ല. അത് കാരണം ആ പൂച്ച ചത്തുപോയി. അതാണ് ആ സ്ത്രീ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായത്. 34. അക്രമത്തിൽപ്പെട്ടതാണ് എന്തെല്ലാം? ഉത്തരം: മനുഷ്യരെ ശാരീരികമായി ഉപദ്രവം ചെയ്യുക, മനുഷ്യരുടെ ധനത്തിൽ കൈ കടത്തുക, അവരുടെ അഭിമാനം തകർക്കുക, ഇവയെല്ലാം അക്രമമാണ്. 35. അക്രമത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഏത്? ഉത്തരം: ഇത്തഖുൽ ദുൽമ ഫഇന്നൽ ദുൽമ ദുൽമാതുൻ യൗമൽ ഖിയാമ. അക്രമം നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളായിരിക്കും. 36. തീനത്തുൽ ഖബാൽ എന്നാൽ എന്ത്? ഇത് ആർക്കുള്ളതാണ്? ഉത്തരം: നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. ഇത് ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരെയാണ് കുടിപ്പിക്കുക. 37. മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കുന്നത് എന്ത്? ഉത്തരം: ലഹരി ഉപയോഗം. 38. മദ്യപാനിയുടെ ദുനിയാവിലെ ശിക്ഷ എന്ത്? ഉത്തരം: 40 അടി. 39. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ് ആര്? ഉത്തരം: ലഹരിക്ക് അടിമപ്പെട്ടവർ. 40. ഹസദ് അതായത് അസൂയ എന്നാൽ എന്ത്? ഉത്തരം: തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഹസദ്. 41. അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഉത്തരം: നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. 42. സത്യവിശ്വാസിയുടെ സ്വഭാവം എന്താണ്? ഉത്തരം: തൻ്റെ സഹോദരന് നന്മ വന്നാൽ തനിക്ക് കിട്ടിയതുപോലെ സന്തോഷിക്കുക, അനിഷ്ടകരമായ വല്ലതും വന്നാൽ സ്വന്തത്തിന് സംഭവിച്ചതുപോലെ ദുഃഖിക്കുക, ഇതാണ് വിശ്വാസിയുടെ സ്വഭാവം. 43. അസൂയ ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ്? ഉത്തരം: അസൂയ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നശിപ്പിച്ചു കളയും. നബി തങ്ങൾ പറഞ്ഞു: ഇയ്യാക്കും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറു അൽ ഹതബ. 44. ഖാറൂൻ നശിക്കാൻ കാരണമെന്ത്? ഉത്തരം: അദ്ദേഹത്തിൻ്റെ അഹങ്കാരം. 45. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം:
വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക, പൊങ്ങച്ചം പറയുക, ഇവയെല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. 46. ഖാറൂൻ ആരുടെ സമുദായത്തിൽപ്പെട്ട ആളാണ്? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽ. 46. അഹങ്കാരത്തെക്കുറിച്ച് നബിത്തങ്ങൾ എന്താണ് പറഞ്ഞത്? ഉത്തരം ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഫി ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ. 47. ലുക്മാൻ റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിച്ചത് എങ്ങനെയാണ്? ഉത്തരം വലാ തുസഅിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. 48. യഥാർത്ഥ അറിവ് എന്തിനെയാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം വിനയത്തെയാണ് ഉണ്ടാക്കുന്നത്. 49. വൻ പാപങ്ങൾ അതായത് മൂബിക്കാത്ത് ഏതെല്ലാം? ഉത്തരം മൂബിക്കാത്ത് 7 എണ്ണമാണ്. 1. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക. 2. സിഹർ അതായത് മാരണം ചെയ്യുക. 3. അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക. 4. പലിശ തിന്നുക. 5. അനാഥകളുടെ ധനം ഭക്ഷിക്കുക. 6. ഘോര സമരത്തിൽ നിന്ന് പിന്നോട്ട് ഓടുക. 7. സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ വ്യഭിചാര ആരോപണം നടത്തുക. ഇവയാണ് സബോൽ മൂബിക്കാത്ത്. 50. സത്യവിശ്വാസികളുടെ കടമകളാണ് എന്തെല്ലാം? സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കലും ദുഷ്കർമ്മങ്ങൾ തടയലും. 51. ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് എന്ത്? തിന്മ കാണുമ്പോൾ കൈകൊണ്ട് തടയണം, അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം, അതിനു സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയും വേണം. 51. ജീവനുള്ള മൃതദേഹങ്ങളാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരെക്കുറിച്ച്. 52. സ്വർണ്ണമോതിരം ഊരി താഴെയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? ഉത്തരം നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത് എന്ന്. 53. ബനു ഇസ്രായേൽ ശപിക്കപ്പെടാൻ കാരണം എന്ത്? ഉത്തരം നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്ത കാരണത്താൽ. 54. നന്മയും തിന്മയും നമ്മെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? ഉത്തരം നന്മ സ്വർഗത്തിലേക്കും തിന്മ നരകത്തിലേക്കും കൊണ്ടുപോകും. 55. ഖാറൂൻ എങ്ങനെയാണ് നശിച്ചത്? ഉത്തരം ഖാറൂനും അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും ഭൂമിയിലേക്ക് ആണ്ടുപോയി.